നവരാത്രി ആഘോഷ നിറവിൽ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം പ്രധാന ചടങ്ങായ പുഷ്പരഥോത്സവം ഇന്ന് ഉച്ചയ്ക്ക് നടക്കും. സ്തംഭഗണപതിക്ക് പൂജ ചെയ്ത സെപ്റ്റംബർ 22-നാണ് ഇത്തവണത്തെ നവരാത്രി ആഘോഷത്തിന് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ തുടക്കം കുറിച്ചത്. ഇത്തവണ ചതുർത്ഥി 2 ദിവസം വന്നതുകൊണ്ട് 10 ദിവസം നീണ്ടു നിൽക്കുന്നതാണ് നവരാത്രി ആഘോഷം. മഹാനവമി ദിവസമായ ബുധനാഴ്ച പ്രധാന ചടങ്ങായ പുഷ്പരഥോത്സവം നടക്കും. ഉച്ചയ്ക്ക് 1:15 ദേവിയെ എഴുന്നള്ളിച്ച് പുഷ്പരഥം ശ്രീകോവിലിന് ചുറ്റുമായി വലം വയ്ക്കും. വിജയദശമി ദിനമായ വ്യാഴാഴ്ച കൊല്ലൂർ മൂകാംബിക ക്ഷേത്ര സന്നിധിയിൽ വിദ്യാരംഭം കുറിക്കാൻ നൂറുകണക്കിന് കുരുന്നുകളെത്തും. വിദ്യാരംഭമല്ല, ഇവരെ അരങ്ങേറ്റവും കുട്ടികളെ പൊതുവിൽ ക്ഷേത്രത്തിൽ കൊണ്ടുവരുന്നത്. അധിക മാസം വന്ന് കണ്ടുപോകും. രഥോത്സവം കാണാനും അതിനോടനുബന്ധിച്ചുള്ള ചടങ്ങുകൾ പങ്കെടുക്കാൻ വേണ്ടി കേരളത്തിൻ്റെ നാനാഭാഗത്തു നിന്നും മലയാളികൾ കൂടുതലായിട്ട് എത്തിയിട്ടുണ്ട്. മൂകാംബികയിൽ പതിവായിട്ട് വരാറുണ്ട്. എല്ലാ മാസവും ഞാൻ വരും. നവമിയുടെ അന്ന് ആദ്യമായിട്ടാണ് വരുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. സ്ഥിരം വരാറുണ്ട്. ചേച്ചിയാണ് എൻ്റെ ചേച്ചിയുടെ കൂടെ വരാറുണ്ട്. വിജയദശമി ദിനത്തിൽ പുലർച്ചെ 3 മണിക്ക് നട തുറന്ന വിദ്യാരംഭ ചടങ്ങുകൾക്ക് തുടക്കം കുറിക്കും. നവരാത്രി ആഘോഷത്തിന്റെ ഭാഗമായുള്ള പ്രത്യേക പൂജകൾക്കും ചടങ്ങുകൾക്കും തന്ത്രി നിത്യാനന്ദ അടികയാണ് നേതൃത്വം നൽകുന്നത്. ഉച്ചയ്ക്ക് ശേഷം വിജയോത്സവത്തോടുകൂടി ഈ വർഷത്തെ നവരാത്രി ആഘോഷങ്ങൾക്ക് സമാപനമാവും. നവരാത്രി ആഘോഷത്തിന്റെ ഭാഗമായുള്ള രഥോത്സവത്തിലും വിദ്യാരംഭത്തിലുമെല്ലാം പങ്കുകൊള്ളുന്നതിന് മലയാളികൾ ഉൾപ്പെടെ ആയിരക്കണക്കിന് വിശ്വാസികളാണ് കൊല്ലൂരിലെത്തിക്കൊണ്ടിരിക്കുന്നത്. കൊല്ലൂരിൽ നിന്നും ക്യാമറാമാൻ ഷൈജു പിലാത്രയോടൊപ്പം സിജു കണ്ണൻ.